വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ ഇന്ന് വിചാരിച്ചു ഒരു വ്ളോഗ് എടുക്കാം. കാര്യം ഇന്നെൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് പോസ്റ്റിംഗ് ഇൻ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഒബ്സ്റ്ററ്റിക് ആൻഡ് ഗൈനക്കോളജിയാണ്. സോ ഒരുപാടൊന്നും എനിക്ക് ഹോസ്പിറ്റലിനുള്ളിൽ കാണിക്കാൻ പറ്റില്ലായിരിക്കും, ബിക്കോസ് അതൊക്കെ റെസ്ട്രിക്റ്റഡ് ആണല്ലോ. പിന്നെ പക്ഷേ മാക്സിമം എനിക്ക് കാണിക്കാൻ പറ്റുന്നൊക്കെ ഞാൻ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ റൂം ടൂർ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു, ഹോസ്റ്റൽ റൂം ടൂർ. ഇപ്പോൾ അത് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്, കാര്യം റൂം ഷിഫ്റ്റ് ചെയ്തു നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു. അതിൽ ചെറിയൊരു അറേഞ്ച്മെൻറ്റ് ലൈക്ക് എനിക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഷോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് പുതിയ റൂം. കൊറേ നേരമായിട്ട് എന്റെ വ്ളോഗ് എടുക്കുമ്പോ ശല്യം ചെയ്തോണ്ടിരിക്കുന്നു. ഗൈസ്, മൈ റൂംമേറ്റ് അഞ്ജലി ടിയസ് മാറ്റി കൈ മാറ്റി. ഓക്കെ, അപ്പൊ നിങ്ങൾ റൂമൊക്കെ കണ്ടു. ഇനി നമുക്ക് ക്ലാസ്സിൽ പോവാം. രാവിലെ മോർണിംഗ് ക്ലാസ് ഉണ്ട്. ഇത് ഞാൻ എല്ലാ വ്ളോഗിലും പറയുന്നുണ്ട്, രാവിലെ മോർണിംഗ് ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞായിരിക്കും നമുക്ക് ക്ലിനിക്സ്. സോ ഇന്നലെ എൻ്റെ അച്ഛൻ വന്നു, അച്ഛൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അച്ഛൻ കുറച്ച് ഉണ്ണിപ്പോൾ കൊണ്ടുവന്നു. സോ നമുക്കിതൊക്കെ കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ക്ലാസ്സിൽ പോവാം. അപ്പോൾ നിങ്ങൾ കണ്ട പോലെ തന്നെ LSCS ആയിരുന്നു പ്രൊസീജിയർ, അതായത് ലോവർ സെഗ്മെൻറ്റ് സിസേറിയൻ സെക്ഷൻ. സോ എന്താ പറയുക, ഇറ്റ്സ് ലൈക്ക് എക്സ്പീരിയൻസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഞാൻ സെക്കൻഡ് ഇയർ തൊട്ട് കാണണം. അപ്പം സെക്കൻഡ് ഇയറിൽ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഐ വാസ് മച്ച് സ്കേർഡ് ആൻഡ് എനിക്ക് ഭയങ്കര നെർവസ് ആയിരുന്നു, പേടിയായിരുന്നു എനിക്ക്. ലൈക്ക് ആദ്യത്തെ LSCS കണ്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചിരുന്നു ആൻഡ് തല ഇറങ്ങിയൊക്കെ ചെയ്തു. ഫസ്റ്റ് ഡെലിവറി കണ്ട ശേഷം ഞാൻ കരഞ്ഞു, എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് കരഞ്ഞു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആണ്, കുറച്ചും കൂടെ ലൈക്ക് വി നോ സംതിങ്. അന്ന് എന്തായാലും നല്ല ലാക്ക് ഓഫ് നോളജ് ആയിരുന്നു, എന്താണ് സംഭവം ഒന്നും അറിയൂല. പക്ഷെ ഇപ്പോൾ നമ്മൾ ഫൈനൽ ഇയർ അപ്പോൾ കുറച്ചും കൂടെ അറിയാം, പിന്നെ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആണ്, പക്ഷെ നല്ല എക്സൈറ്റഡ് ആണ്. അങ്ങനത്തെ ഒരു ഇതാണ്. നമ്മളിപ്പം എന്തൊരു സർജറി കഴിഞ്ഞാലും ആൾക്കാർക്കൊരു റിലീഫ് ആണ്, ലൈക്ക് ആ ഡിസീസിന് ഇല്ലല്ലോ എന്നുള്ളൊരിത്. പക്ഷെ നമ്മൾ ഏറ്റവും സന്തോഷിക്കുന്നതെന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ലൈക്ക് സിസേറിയൻ അങ്ങനത്തെ ഒക്കെ ഉള്ള ലൈക്ക് ഒരു ബേബി വരുന്നു, അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ്, അതെങ്ങനെ ഇരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ അങ്ങനത്തെ ഒരു ഭയങ്കര എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി ആയിരിക്കും നമ്മളെല്ലാവരും. സോ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് അപ്പം ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സന്തോഷം ഇതാണ്. നല്ല ലൈക്ക് എന്താ പറയുക, ആൾക്കാർക്ക് നല്ലൊരു പുതിയ എക്സ്പീരിയൻസ് ഒക്കെ കൊടുക്കുന്ന കൈൻഡ് ഓഫ് എന്താ പറയുക, ലൈഫ് ചേഞ്ചിങ്. ചിലർക്ക് അങ്ങനെയാണ്, അങ്ങനത്തെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണിത്. സോ ഐ ലൈക്ക്. പക്ഷേ എനിക്ക് അത്ര കുഴപ്പമില്ല, അത്ര എനിക്ക് ഇതുവരെ ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഐ റെസ്പെക്റ്റ് റിയലി. എനിക്ക് നല്ല ഇഷ്ടമാണ്, പക്ഷെ അത് കരിയറായിട്ട് ചൂസ് ചെയ്യാൻ എനിക്ക് അത്രയും കറേജ് ഇല്ല ഗൈസ്. സോ അങ്ങനത്തെ ഒരു ഇതാണ്. ഓക്കെ ഗൈസ്, അപ്പം എനിക്ക് വേറൊരു കാര്യം കൂടെ എനിക്ക് നിങ്ങളോട് പറയാൻ എന്നുണ്ട്. ബിക്കോസ് എൻ്റെ ഒരു വീഡിയോ കൊണ്ട് ആർക്കെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടണം എന്നുള്ള ഒരു ഇൻറ്റൻഷൻ വെച്ച് ഞാൻ പറയുകയാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്ക് മാരോ ആണുള്ളത്, ലൈക്ക് മാരോ സബ്സ്ക്രിപ്ഷനാണ് എനിക്കുള്ളത്. അപ്പം നിങ്ങൾ എൻ്റെ ഫസ്റ്റ് ആൻ ഐഡിയൽ ഡേ ഇൻ മൈ ലൈഫ് തൊട്ട് ലൈക്ക് MBBS സ്റ്റഡി വ്ളോഗ്, തേർഡ് ഇയർ സ്റ്റഡി വ്ളോഗ്, എക്സാം പ്രിപ്പറേഷൻ, ആ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ മാരോ വെച്ച് പഠിക്കുന്നത് അതിലുണ്ട്. അപ്പം മാരോയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി PG ഓറിയൻറ്റഡ് ആണ്. പിന്നെ കുറച്ച് ഹൈ ലെവൽ പോലത്തെ സംഭവങ്ങളാണ്. ആൻഡ് അതിൻ്റെ പ്രാക്ടിക്കൽ സംഭവങ്ങളൊക്കെ ലൈക്ക് ഇപ്പോൾ എക്സാമിനേഷൻ ഓഫ് CNS അങ്ങനെയൊക്കെ നമ്മൾ സെർച്ച് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് കിട്ടുമല്ലോ. അപ്പം ഞാനിങ്ങനെ എനിക്ക് പോസ്റ്റിംഗ് എക്സാം ആയിരുന്നു മെഡിസിൻ. അപ്പം ഞാൻ തലേ ദിവസം ഇങ്ങനെ
എക്സാമിനേഷൻ ഓഫ് CNS എന്ന് നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഞാൻ യൂട്യൂബിൽ പോയിട്ട് എക്സാമിനേഷൻ ഓഫ് CNS നോക്കിയതായിരുന്നു. അപ്പം പെട്ടെന്ന് ഫസ്റ്റ് എനിക്ക് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻട്രി മെഡ് എന്ന് പറഞ്ഞൊരു ആപ്പിൻ്റെ, ആക്ച്വലി അവരുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ആണ്. അത് ഞാൻ കണ്ടതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് അത് കണ്ട് തീർന്നതും ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്, എൻ്റെ കസിന്, അതുപോലെ തന്നെ എൻ്റെ ക്ലിനിക്കൽ ബാച്ചിൻ്റെ ഗ്രൂപ്പിലായിട്ടൊക്കെ ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തു. ഇറ്റ്സ് നോട്ട് എ സ്പോൺസർഡ് വീഡിയോ ഓർ നത്തിങ്, ബട്ട് എൻ്റെ ഹാർട്ടിൽ നിന്ന് ഞാൻ പറയാം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആ വീഡിയോ. അപ്പം ഞാനിങ്ങനെ തിരക്കി, ലൈക്ക് അവരുടെ ടീച്ചിങ് മെത്തേഡ് അതൊക്കെ എനിക്കിഷ്ടമായി. അപ്പം ഞാൻ ഇങ്ങനെ തിരക്കി നോക്കിയപ്പം ഇറ്റ്സ് ലൈക്ക് അവർക്കൊരു ആപ്പുണ്ട് ഫോർ MBBS സ്റ്റുഡൻസ്. ഇതിന് എൻട്രി മെഡ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ എൻട്രി ആപ്പ് നിങ്ങൾ കേട്ട് കാണും, ലൈക്ക് എന്തോ PSCക്കൊക്കെ കേട്ടിട്ടില്ലേ, അതേപോലെ നമ്മുടെ മെഡിക്കൽ സ്റ്റുഡൻസിനുള്ള എൻട്രി മെഡ്. അപ്പം ഞാൻ അത് നോക്കിയപ്പോൾ ആക്ച്വലി ഇവർ ആ ആപ്പ് എടുത്തു കഴിയുമ്പോൾ, സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിയുമ്പോൾ നമുക്ക് അവർ പേഴ്സണൽ മെൻറ്റേഴ്സിനെ പ്രൊവൈഡ് ചെയ്യും, നമ്മുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. അതുപോലെ വീഡിയോസ് ഉണ്ട്, സ്റ്റഡി മെറ്റീരിയൽസ്, നോട്ട്സ്, ഓൾമോസ്റ്റ് ലൈക്ക് പ്രാക്ടിക്കൽ സംഭവങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് അത്രയും കോൺസെപ്റ്റ് നമുക്ക് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന പോലത്തെ ഒരു ലൈക്ക് അങ്ങനത്തെ വീഡിയോസാണ് അവരുടെ. ഞാൻ അത് നോക്കിയപ്പോൾ എനിക്കിഷ്ടമായി. സോ അപ്പം ഞാൻ പെട്ടെന്ന് വിചാരിച്ചു മാരും എടുക്കണ്ടായിരുന്നു എന്നെനിക്ക് പെട്ടെന്ന് തോന്നി. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും, പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ആപ്സൊക്കെ വെച്ചുകൊണ്ടെങ്കിൽ നല്ല അഫോർഡബിൾ ആണിത്. അപ്പം ഞാൻ അങ്ങനെയും കൂടെ നോക്കിയപ്പോൾ നമ്മുടെ കേരളത്തിലുള്ളൊരിതാണ്. അപ്പം നമ്മുടെ കുട്ടികൾക്ക് കുറച്ചും കൂടി മനസ്സിലാവുന്ന ഇങ്ങനെയായിരിക്കും, കുഹാസ് ഓറിയൻറ്റഡ് അങ്ങനത്തെ സംഭവമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്, ഇതൊരു സ്പോൺസേർഡ് അങ്ങനത്തെ ഒന്നുമല്ല, എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, അത്രേ ഉള്ളൂ. സോ അത് വേണ്ടവർ, നിങ്ങൾ എൻട്രി മെഡ് ആ സംഭവം വേണ്ടവർ, അവരെ ആപ്പ് സബ്സ്ക്രിപ്ഷൻ അത് വേണ്ടവർ അവരെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. സോ അതിൻ്റെ എന്തെങ്കിലും ലിങ്ക് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ കണ്ട വീഡിയോ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് കണ്ടു നോക്കിയിട്ട് ഇഷ്ടമായാൽ മതി, എടുക്കുക. സോ അങ്ങനെ ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ OT അത് ഞാൻ കാണിച്ചു, മറ്റേ C സെക്ഷനൊക്കെ കാണിച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പ്രസൻറ്റേഷൻ ആൻഡ് സെമിനാർ ആയിരുന്നു. അത് പിന്നെ പ്രത്യേകിച്ചൊന്നും കാണിക്കില്ല, നമ്മൾ ക്ലാസ്സിലായിരുന്നല്ലോ, അത്രേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു. നാളെ ഇനി എനിക്ക് പ്രസൻറ്റേഷൻ ഉണ്ട്, എനിക്ക് സെമിനാർ ഉണ്ട്, അതിൻ്റെ പ്രിപ്പയർ ചെയ്യണം. സോ വേറെ പണിയൊന്നുമില്ല. വേറെ ഞാനൊരു സിനിമ കാണാൻ പോവായിരുന്നു, വണ്ടർ വുമൻ എന്ന് പറഞ്ഞിട്ട്, വണ്ടർ വിമൻ. അത് ഞാൻ പണ്ട് കണ്ടിട്ടുള്ള, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആക്ച്വലി എനിക്ക് കാണാൻ തോന്നുന്ന സിനിമ. നോ ബൈ അഞ്ജലി മേനൻ ഡയറക്റ്റ് ചെയ്ത, കുറേ പേർക്കൊക്കെ അറിയാം, നല്ല സിനിമയാണ്. അതിപ്പോൾ ഇന്ന് എനിക്ക് LSS കണ്ടപ്പോൾ എനിക്ക് വീണ്ടും ആ സിനിമ കാണാൻ തോന്നി. സോ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ മൂവി. അത് കാണുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ മൊത്തത്തിൽ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് മൈ വീഡിയോ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. അത്രേ ഉള്ളൂ, ബൈ.